ഇന്നെല്ലാവരും സുഖം നമുക്കറിയാം. സുഖം സ്വസ്ഥം അപ്പൂപ്പരോടെ നിങ്ങൾ ഗൈസ്. ഇന്ന് എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് പോകാൻ നാളത്തേക്ക് വേണ്ടി. കാരണം നാളെ ഉണ്ടല്ലോ നമ്മളൊരു ട്രിപ്പിന് പോവാണ് ഗൈസ്. എൻ്റെ സാറ് ട്രിപ്പിൽ പോയാൽ ഗൈസ് ഇങ്ങനെ തോന്നുന്നത് സമ്മർ വെക്കേഷനാണ്. പക്ഷെ റിയൽ ലൈഫിൽ ഇത് സമ്മർ വെക്കേഷൻ അല്ല, ഒരു ട്രിപ്പാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുവേ നമ്മളൊരു ചെറിയ ട്രിപ്പിന് വേണ്ടി പോവാണ്. എന്നിട്ട് ഈ സ്ഥലത്തിൽ പോകുന്ന നമ്മളൊരു സാധാരണ സ്ഥലത്തിലല്ല പോകുന്ന ഗൈസ്. നമ്മളുണ്ടല്ലോ അലൂല പറഞ്ഞൊരു സ്ഥലത്തിൽ പോവാണ് ഗൈസ്. ഏതൊരു സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള ലൊക്കേറ്റഡാണ്. പക്ഷേ ഈ സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല ഗൈസ്, നോട്ട് അറ്റ് ഓൾ. ഈ സ്ഥലം ഉണ്ടല്ലോ ഡെസേർട്ടിലാണ്. ഡെസേർട്ട് സാറേ, ഞാൻ ആദ്യമായിട്ട് ഡെസേർട്ടിൽ പോണേ. നിങ്ങൾ ആരെങ്കിലും ഡെസേർട്ടിൽ പോയിട്ടുണ്ടോ? കോമെന്റ്സിൽ എഴുതുക. എനിവേസ് ഈ ഡെസേർട്ട് ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആണ് ഗൈസ്. മാത്രമല്ല ഈ ഡെസേർട്ട് ഉണ്ടല്ലോ 2 ലക്ഷം വർഷം വരെ ഹ്യൂമൻ ഹിസ്റ്ററി ഹോൾഡ് ചെയ്യുക. അതുകൊണ്ട് ട്രിപ്പ് കേട്ടപ്പോൾ ഗൈസ് എനിക്കങ്ങ് എക്സൈറ്റ്മെൻ്റ് ആയി. അതുപോലെ നാളത്തേക്ക് പുറപ്പെടാൻ വേണ്ടി പാക്കിങ്സ് ഒക്കെ കഴിഞ്ഞു നോക്കാൻ ഞാൻ കാണിക്കാം നിങ്ങളോട്. അപ്പോൾ ഗൈസ് ഈ സാധനം നമ്മുടെ ബെഡിലില്ലേ, അത് നമ്മുടെ എല്ലാം പാക്കിങ്ങുകളൊക്കെയാണ്. നമ്മുടെ തുണികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെൻ്റെ അച്ഛനമ്മയുടെ മുറിയാ. സ്ഥലം കുറച്ച് മെസ്സിയാ, പക്ഷേ ഇറ്റ് വിൽ ഡു. അതുകൊണ്ട് ഞാൻ ഹായ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സാധനമല്ലേ ഏതൊരു സഞ്ചിയിലോ അതോ കവറിലോ എന്താണെന്ന് അറിയത്തില്ല, ഇതിലിങ്ങനെ പാക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളെല്ലാം സെറ്റായി. അപ്പം നമ്മുടെ ജേർണി രാവിലെ തുടങ്ങാൻ പോവാണ്, വെരി ഏർലി ഗൈസ്. അതുകൊണ്ട് രാത്രിയാണ് ഇപ്പം. അപ്പം ഞാനുണ്ടല്ലോ ഒരു ചെറിയ നല്ല അടിപൊളി ബെഡ് റെസ്റ്റ് എടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് കാണാം മോർണിംഗിൽ. സോ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. അത് ഗൈസ് കുറച്ച് കിലോമീറ്റർ ആയി നമ്മൾ റൺ ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് നമ്മളേതോ പെട്രോൾ സ്റ്റേഷനിലാണല്ലോ ഒരു സ്റ്റോറിൽ പോയി നിന്ന് കുറച്ച് സ്നാക്സ് മേടിച്ചു. ഇൻ കേസ് ഒരു ഇമർജൻസിക്ക് വേണ്ടി. എനിക്കും ഒരു എമർജൻസി. എനിക്കും എമർജൻസി. നിനക്കും എന്നുവെച്ചാൽ അവളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഗൈസ് ട്രിപ്പ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഡെസേർട്ടിൽ പോവാം. എന്നാൽ നമ്മുടെ ധനഞ്ജയൻ ഡെസേർട്ടിൽ പോയിട്ടുണ്ട് അല്ലേ ധനഞ്ജയൻ? അപ്പം നമ്മൾ കുറച്ച് കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേരാണ് വോയിസ് ഓവർ നാദവ്. ഇനി നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടുവരുന്നെങ്കിൽ അത് നാദവല്ലായിരുന്നു, ഞാനായിരുന്നു വോയിസ് ഓവർ നാദവ്. എനിവേസ് നാദവ് വ്യൂ എൻജോയ് ചെയ്യാൻ ബിസി ആണെങ്കിൽ ഞാൻ ഈ ജോബിനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കിലോമീറ്റർ പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി എത്ര കിലോമീറ്റർ പോയിക്കൊണ്ടിരുന്നു നമുക്കറിയത്തില്ല. എനിവേസ് ഇവിടെ പല മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം എത്തിയിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ ഇൻ കേസ് ഒരാൾ ബീഫ് റോസ്റ്റ് ആയാൽ ഈ ചൂട് സമയത്തില് അതിനു വേണ്ടി അവർക്കൊരു ഷെൽട്ടർ ഉണ്ട്. എന്തൊരു വേണ്ട ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ സ്ഥലത്തിലെത്തിയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് വി ഫൈനലി ഹിറ്റ് ദ റോഡ് ഗൈസ്. പോകുന്ന വഴി നല്ല അടിപൊളി റോഡ്സും ട്രീസ് ഒക്കെ കണ്ടു, പിന്നെ മൗണ്ടൻസ് ഒക്കെ കണ്ടു ഓഫ് കോഴ്സ്. ഇനി ഡെസേർട്ടിൽ പോവാന്ന് പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര തകർത്ത് കളഞ്ഞു ഗൈസ്. കാരണം ഞാനൊരു ആദ്യമായിട്ട് ഡെസേർട്ടിൽ പോവാണ്. എന്നിട്ട് എനിക്ക് ശരിക്കായിട്ട് വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ശരിക്കായിട്ട് ഡെസേർട്ടിൽ പോവുകയാണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം ഇത് ശരിക്കും ഡെസേർട്ടാണോ അതോ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ ബാത്റൂം ബ്രേക്സ് എടുത്തിട്ട് നമ്മൾ കാറിൽ വരുന്നുണ്ടാണ്. This is my uniform. We can't survive. We are cooked. Bro, what did you? Typical siblings. No, who just did what? Always like this. Your brother. And it's worse when two siblings. Look at my uniform. My uniform. ഇത് യൂണിഫോം അല്ല. Hey, look. Hey, show them. ഇത് 90s ഡേ ഉടുപ്പാ. Hey, look
Nice. ഗൈസ് ഇവള് കാണിക്കണം. അയ്യോ This is my pet fly. Guys, this is my pet fly. I named him Gerald. ജെറോൾഡ്. അപ്പൊ ഗൈസ് നമ്മൾ ബാത്റൂം ബ്രേക്സ് എടുത്തിട്ട് വണ്ടിയിൽ വന്നു. ബാത്റൂം ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കാറിൽ വന്നേക്കുന്നു. നമ്മുടെ ജേർണി സ്റ്റിൽ കണ്ടിന്യൂസ് ആണ്. ഒരു മണിക്ക് എത്തുമ്പം നമ്മൾ 1 മണിക്ക് എത്തും. അങ്ങനെ നമ്മളുടെ പെങ്ങന്മാർ ബിസിയാണ്. എന്നിട്ട് നമ്മുടെ ധനജ് അവന്റെ ബിസിനസ് മൈൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സിസ്റ്ററിന്റെ ഒരു ഫോട്ടോ എടുത്തു. അത് നമ്മൾ ഇതിന്റെ നന്നായിട്ട് എഡിറ്റ് ചെയ്യുക. ധനഞ്ജയാണ് ചാർജ് അല്ല ധനഞ്ജ? എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട്? റിസൾട്ട് ഈസ് വെരി ഫിനിഷ്. നോക്കുക, ഞാൻ എപ്പോൾ കാണിക്കാം. നല്ല അടിപൊളി മാസ്റ്റർ പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ DJ ഡവിഞ്ചി. താങ്ക് യു DJ ഡവിഞ്ചി. പുള്ളിക്കാരൻ വളരെ ഷൈ ആണ്. അപ്പൊ നമ്മൾ ഈ റിസൾട്ട് നമ്മളെ സിസ്റ്റേഴ്സിനെ കാണിക്കാം. അപ്പൊ ഗൈസ്, നിങ്ങളുടെ മാസ്റ്റർ പീസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണോ? ഹലോ, കാണണോ? 3, 2, 1. Ta-dang, ta-dang. Would you look at that piece of masterpiece? Thank you to DJ Da Vinci. Thank you DJ Da Vinci. Nane? Rumi has died. Thank you DJ Da Vinci. നമ്മളൊരു കട്ടൻ ബ്രേക്കിന് വേണ്ടി ഇവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മളല്ല, നമ്മളുടെ അച്ഛന്മാർ. അച്ഛന്മാർക്ക് കട്ടൻ ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പോയിന്റ് ഉണ്ട്. കട്ടൻ ചായ ഇല്ല. അച്ഛന്മാര് ഡെസേർട്ടിലുണ്ട്, കട്ടൻ ചായ ഇല്ല. 7up ഐസ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്, കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ബ്ലാക്ക് ടീ, കട്ടൻ ചായ. വെരി ഗുഡ്. ഒരു സെക്കൻഡ് വേണ്ടി അച്ഛന്മാർ കട്ടൻ ചായ ഇല്ലാതെ എനർജി ഡ്രിങ്ക് അല്ലേ? എന്തോന്ന് നമ്മുടെ സിസ്റ്റേഴ്സിനെ മണ്ട് സ്പൈ ചെയ്യാമെന്നോ? പക്ഷേ നമുക്ക് കട്ടൻ ഇല്ല. കട്ടൻ ഇഷ്ടമല്ല അല്ലേ? നിനക്ക് ചായ ഇഷ്ടമാണോ? ഐ ഓൾസോ ഡോണ്ട് ലൈക്ക് ചായ. But coffee is the best. Same Barney and me. Wait. Please let it come down. Okay. അപ്പൊ നമുക്ക് കുറച്ച് ടൈം പാസിന് വേണ്ടി നമ്മുടെ സിസ്റ്ററുടെ മണ്ട നമ്മൾ സ്പൈ ചെയ്യാൻ പോകണം. അവരെന്തോ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ധനഞ്ജയ് അവന്റെ ഫോൺ വെളിയിലെടുത്തു, ഞാനും എന്റെ ഫോൺ വെളിയിലെടുത്തു. എന്നെല്ലാവരും സുഖമല്ല, നമുക്കറിയാം. സുഖമാണ്, സ്വസ്ഥമായ ഹോപ്പേറുണ്ട്. നിങ്ങൾ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വി ആർ ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഡെസേർട്ട് ആണല്ലോ. വാവ്, നോക്കിക്കേ, ഇപ്പൊ കാണിക്കാം. വാവ്, നോക്കിക്കേ, ഇത് ശരിക്കുള്ള ഡെസേർട്ടാ ഗൈസ്. ഞാൻ സത്യം പറയാം, ഞാൻ ആദ്യമായിട്ടൊരു ഡെസേർട്ടിൽ പോണേ. ഹായ് ധനഞ്ജയ്. ഹായ് DJ Da Vinci. So look behind you. വാവ്, ദോണ്ടേ ബുർജ് ഖലീഫയുടെ അപ്പൻ. നമസ്കാരം, എൻ്റെ പേരാണ് പ്രൊഫസർ നാഥവ്. ഇനി നിങ്ങൾക്ക് സ്റ്റിൽ മനസ്സിലാവുന്നില്ല ഈ പുള്ളിക്കാരൻ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി.
ഒരു ആവറേജ് ബുർജ് ഖലീഫ ടോട്ടൽ 500,000 ടൺസ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ മൗണ്ടൻസ് ഇതൊരു ആനക്കായിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിവേസ് അത്ര സെക്ഷന് വേണ്ടി ഇനി എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഗൈസ് ഒരു ചെറിയ പ്രോബ്ലം, നമ്മുടെ DJ നന്ദിനെ കിഡ്നാപ്പ് ചെയ്യുവാണ്. I still need a jacket in this heat. I still need a jacket to survive. Why? It's too cold. It's like 50 degrees centimeter out here. Centimeter? And 50 degrees. Centigrade. Yeah. Not centimeter. Sorry. Wow. നോക്കിക്കേ, ഈ ലാൻഡ് ഒക്കെ നോക്കിക്കേ. അപ്പം നമ്മുടെ കട്ടൻ ബ്രേക്ക് കഴിഞ്ഞു. അങ്ങനെ ഗൈസ് കുറച്ച് നേരം പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ഹോട്ടലിലെത്തി. ഓണസ്റ്റ്ലി ഇത് വളരെ നല്ല ഹോട്ടലാണ്. ഹോട്ടലിന്റെ അകത്ത് കയറിയപ്പം നല്ല സ്വർഗത്തിന്റെ കൂട്ടുപോലായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാനൊരു ചെറിയ പ്ലാനിൽ ഹായ് പറഞ്ഞിട്ട് ഞാൻ മെയിൻ ഡെസ്റ്റിനേഷനിലെത്തി, ദ റിസപ്ഷൻ. ഇവിടെ നല്ല TV ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ സ്റ്റേഴ്സ്, ഇവിടെ റൂംസ് ഒക്കെ. അതേത് സാധനമാണെന്ന് അറിയത്തില്ല. ഇവിടെ ഡോർ, ഇവിടെ ഹോൾ റൂം, എല്ലാവരും ഇവിടെ ഇരിക്കണം. ഇവിടെ റിസപ്ഷൻ്റെ സ്ഥലം. ഇവിടെ ഒരു കൂളിംഗ് ഫ്രിഡ്ജ് ഉണ്ട്, പക്ഷെ സാധനം തീർന്നു. ബട്ട് എനിവേസ് നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ കാണാം ഗൈസ്. ഇവിടെ അവനും ഉണ്ട്, എനിക്കറിയത്തില്ലെന്ന്. ഇവിടെ അവനും ഉണ്ട്. സിഗരറ്റിന്റെ സ്മെല്ലോ. ഒരു ഓഫീസ് ചെയർ, ഒരു TV, 2 ബെഡ്. അടിപൊളി. ആന്റി പറഞ്ഞാൽ നമുക്ക് ആ മുറിയിൽ കയറണ്ട. അപ്പൊ നമ്മള് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ബാഗ് മുകളിൽ പോണം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. തണുക്കുന്നു ഗൈസ്. Oh guys, wow, നോക്കിക്കേ, നല്ല കിട്ടിയ സ്ഥലമാണ് ഗൈസ്. നോക്കിക്കേ, ചെയറും പ്ലാന്റും, ചെയറും നല്ല അടിപൊളി ലൈറ്റും. അങ്ങനെ ഗൈസ് മറ്റു മുറിയിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ഗ്രേ സോഫയുണ്ട്. മറ്റു മുറിയിൽ നല്ല അടിപൊളി വൈറ്റ് കംഫി ബെഡുണ്ട്. എത്ര പാർട്ടി വേണമെങ്കിലും ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ ഒരു ടേബിൾ, പിന്നെ നല്ല അടിപൊളി കോഫി ടേബിൾ വന്നിട്ട് നല്ല കംഫി ചെയർസും. വാവ്. അങ്ങനെ ഗൈസ് നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് നല്ല അടിപൊളി റിലാക്സ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് നമ്മൾ നമ്മുടെ മറ്റ് ഡെസ്റ്റിനേഷന് വേണ്ടി, സോറി ഞാൻ മിസ്പ്രൊനൗൺസ് ചെയ്തു, നമ്മളൊരു മറ്റ് ഡെസ്റ്റിനേഷന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഡെസ്റ്റിനേഷനിൽ ചെന്നപ്പോൾ എൻ്റെ മൈൻഡ് അങ്ങ് ബ്ലോൺ ആയി. നമ്മളല്ലോ മോളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മോളിൽ പോകുമ്പോൾ എൻ്റെ വയലിനകത്തുണ്ട് കുറച്ച് ഇക്കിളി അങ്ങ് വരും എനിക്ക്. അല്ല, നിനക്കും വരത്തില്ല തെരഞ്ചർ? ഇല്ല. അതെങ്ങനെ അങ്ങനെ? നമ്മുടെ ധനഞ്ജയം വ്ളോഗ് എടുക്കുക. ഓ ഗൈസ് 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 നോക്കിക്ക, എന്റെ ദൈവം, ഇതൊരു കാനിയൻ ആണല്ലോ. ഈ കാനിയൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് നമ്മുടെ പണ്ടത്തെ ലയൺ കിങ് ഓർമ്മ വരുന്നു ഗൈസ്. വേർ സ്കാർ അവന്റെ ബ്രദർ മുഫാസനെ കൊന്നു കളഞ്ഞത്. Long live the king. എനിവേസ് നിങ്ങളും ലയൺ കിങ് കണ്ടിട്ടുണ്ടെങ്കിൽ കോമെന്റ്സിൽ എഴുതുക. ദൂരമുള്ളത് കാണുന്നില്ല, ദൂരെ അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. നമ്മൾ അവിടെ തന്നെ പോവാണ്. ഇപ്പം ഇതൊരു ചെറിയൊരു മൗണ്ടൻ ആണ്. ഇനി നമ്മൾ വലിയ വലിയ മൗണ്ടൻസിലൊക്കെ പോകും ഗൈസ്. ഐ എം വെരി എക്സൈറ്റഡ്. എന്നിട്ട് നിങ്ങളും വരുക. We are already on a mountain. We are already on a mountain. But we are going to a bigger mountain now. No. Look.
mountain top nanu. See, it is flat. അങ്ങനെ ഗൈസ് കുറച്ചു നേരം പൊക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല പ്ലെയിൻ സ്ഥലം, ഒന്നുമില്ല, ഒരു പൊല്യൂഷൻ ഒന്നുമില്ല, ജസ്റ്റ് കല്ല് എന്നിട്ട് മൗണ്ടൻസ്. DJ ദവഞ്ചി സുഖമല്ലേ? ആരെൻ്റെ പേര് പറഞ്ഞു? ഇമാജിനേഷൻ. ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇവിടെ വണ്ടി, അവിടെ വണ്ടി, ഇവിടെ വണ്ടി, വണ്ടികളുടെ ഗ്രൂപ്പായിരിക്കും മുഴുവൻ. ഇവിടെ വാൾസ് ആണ്, ഒന്നുകൂടെ കല്ലൊക്കെ. DJ അങ്ങോട്ടാ, അങ്ങോട്ട് ഇങ്ങോട്ട്. സൈന വിസിറ്റേഴ്സ് എൻട്രൻസ്. അത് ശരി. ഇവിടെ റോഡാണ്, ഇവിടെ ഒത്തിരി സ്റ്റീലുള്ള എന്താണെന്ന് അറിയത്തില്ല, ഫെൻസാണ്. ഓ ഗൈസ്, നോക്കിക്കേ, ആ ദൂരെ കാണുന്നില്ല, എന്തൊരു വലിയ മൗണ്ടൻസ് ആ ഗൈസ്. ഓ അതുകൊണ്ട് വീണ്ടും ആ സെയിം സൈൻ. ഓ ഡിഫറെൻ്റാ, പ്രെയർ റൂം, റെസ്റ്റ് റൂം, എൻട്രൻസ്. നോക്കിക്കേ, അവിടെ ഒരു ചെയറുണ്ട്. ഇത് തന്നെ ആയിരിക്കും റിസപ്ഷൻ, ഇതെന്ന്. പക്ഷെ റിസപ്ഷൻ വെളിയിൽ എന്താ? ഗൈസ് ഇത് നോക്കിക്കേ, എന്തൊരു വലിയ റോക്കാണ് ഗൈസ്. വാവ്, ഇത്ര വലിയ റോക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി കഥകളി. അങ്ങനെ ഗൈസ് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നല്ല അടിപൊളി വ്യൂ കാണാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്തിലെത്തി ഗൈസ്. ഇവിടെ ഒരു ഡോണറ്റ് ഷേപ്പ് ചെയർ ഉണ്ട്, അടിപൊളി കഥകളി. എനിവേസ് ഈ സ്ഥലത്തിന് കണ്ടോ, നല്ല അടിപൊളി മൗണ്ടൻസും ഗ്രാസസും ചെറിയ വൈറ്റ് നല്ല അടിപൊളി ഹൗസസും കാനിയൻസും. വാവ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഈ ഡോണറ്റ്സ് പോലെ സാധനം കണ്ടു. ധനഞ്ജയം ഇവിടെ ആയിരിക്കുക. ഹായ് ധനഞ്ജയ്. മോർ ലൈക്ക് DJ ദവിഞ്ചി. ബാമി ഹായ്. താണ്ട് ഒരാൾ നടന്നുകൊണ്ട് വരണം, മറ്റൊരാൾ നടന്നുകൊണ്ട് വരണം, ഒത്തിരി ആൾ നടന്നുകൊണ്ട് വരണം. എന്നിട്ട് നമ്മുടെ ധനഞ്ജയ ആള് വളരെ റിലാക്സിങ് മോഡിലല്ലേ, തളർന്നു പോയി വീഡിയോ എടുത്തിട്ട് അല്ലേ. അപ്പം നമുക്കും റെസ്റ്റ് എടുക്കാം. എന്തൊരു നല്ല അടിപൊളി സൺ ലൈറ്റ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടു, ധനഞ്ജയ ഒരു റോക്ക് എറിയാൻ പോവുക. ആണോ കാണിച്ച ഇതല്ലാതെ വോൾക്കാനിക് കല്ലാണ്. ഐസോ എന്താ പറയും, ഇഗ്നിയസ് റോക്സ്. അപ്പൊ കഴിഞ്ഞ് നമ്മുടെ ഞങ്ങൾ എറിയാൻ പോവുകയാണ്. ഓ നല്ല ദൂരെ പോയി കഴിഞ്ഞ് നോക്കിക്കേ, കാണാനും പറ്റത്തില്ല. എന്തൊരു ഷോട്ടാ, എന്നെ കയ്യിൽ നല്ലതാ. അതിന് മുമ്പേ നമ്മുടെ DJ ദവഞ്ചിന്റെ അടുത്തുള്ള ഒരു പാട്ടുണ്ട്, ആ പാട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അയ്യോ അടിപൊളി കഥകളി. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ എനിക്ക് കാണിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇനി മറ്റു സ്ഥലത്തിൽ പോവാണ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ. 2 hours later. നമ്മളൊരു സ്ഥലത്തിലെത്തി. എന്നിട്ട് ഈ സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് പറയത്തില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. റെഡി? ഇൻ 3, 2, 1. The Elephant Rock, aka Annapurna.
വേൾഡ്സ് മോസ്റ്റ് gigantic rock. ഈ റോക്കിന്റെ എടുത്തുള്ള ഒരു woolly mammoth size ഉണ്ട് ഗൈസ്. നമ്മുടെ സൺസെറ്റ് നന്നായിട്ട് പോകുന്നുണ്ട്, വെരി ബ്യൂട്ടിഫുൾ. എന്നിട്ട് ഗൈസ് ഇവിടുത്തെ ഫെൻസും ഹേങ് കൊണ്ടുണ്ടാക്കിയതാ. ഇനി വല്ല പശു വന്ന് തിന്നാലോ. എനിവേസ് നമ്മൾ ഈ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ വിചാരിക്കുമായിരുന്നു. ധനഞ്ജയ ആദ്യം പോയ, പക്ഷെ സാഡ്ലി പുള്ളിക്കാരനെ പറ്റില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പേടി എൻ്റെ മണ്ട സഡൻലി ടേക്ക് ഓവർ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തില്ല. ഇമാജിൻ ഇഫ് ദിസ് ഇസ് ദ ഹെവിയസ്റ്റ് റോക്ക് ഇൻ ദ വേൾഡ് and this elephant rock would collapse down. If it's the heaviest rock in the world, we won't be able to lift it. Yeah, I know. It's the heaviest rock in the world. Rare green rock that we found. ഈ റോക്ക് കൊള്ളാവോ? ഈ റോക്ക് കൊള്ളാവോ? എനിവേസ് ഈ റോക്കിന്റെ മറ്റേ സൈഡിൽ ചെന്നപ്പോൾ ഗൈസ് ഇത് വളരെ വളരെ വലുതായിരുന്നു. എന്നിട്ട് കുറച്ച് ദൂരെ ചെന്നപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. എന്നിട്ട് വീണ്ടും ഇവിടെ ഒരു പിറ്റുള്ള ലിവിംഗ് റൂം ഉണ്ട്, വെരി ബ്യൂട്ടിഫുൾ. എന്നിട്ട് പശുവിടെ ഈ പ്രത്യേകിച്ചപ്പെട്ട ഫുഡിന്റെ പുറകിൽ വലിയ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. ഓണസ്റ്റ്ലി ഈ സ്ഥലമാണ് അടിപൊളി കഥകളി. One eternity later. ഗൈസ് നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. രാത്രി എന്നിട്ട് ഞാനിപ്പോൾ കിടക്കാൻ പോവാണ്. ഓണസ്റ്റ്ലി ഞാനൊരു സത്യം പറയാം, ഈ സ്ഥലം നല്ല അടിപൊളി, നല്ല കിട്ടാൻ സ്ഥലമായിരുന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. നല്ല അടിപൊളി, നല്ല കിട്ടുന്ന സ്ഥലമാണ്. നാളെ നമ്മളൊരു ഇതിനേക്കാൾ വളരെ കിടിലൻ സ്ഥലത്തിൽ പോകും. എന്നിട്ട് ഞാൻ ആ കിടിലൻ സ്ഥലത്തിനുള്ള ഒരു ഷോർട്ട് ആക്കിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലിടാം. അപ്പോൾ ഗൈസ് അത്രയും എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്ക് നമുക്ക് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ വരട്ടെ, ബൈ.